ഓക്കെ, നമ്മളിപ്പോൾ കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡീൽ ചെയ്യുന്ന സെക്യൂരിറ്റീസിൽ കോർപ്പറേറ്റ് സെക്യൂരിറ്റീസിനകത്ത് തന്നെ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്നറിയാം. ഓണർഷിപ്പ് സെക്യൂരിറ്റീസും ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസും. ഓക്കെ, ഈ ഓണർഷിപ്പ് സെക്യൂരിറ്റീസിന് വീണ്ടും രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും. അതിൽ ഈ ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റിയിൽ ഡിബഞ്ചർ എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് പ്രധാനമായിട്ടൊരു ടോപ്പിക്ക് പഠിച്ചു, ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർ ആൻഡ് ഡിബഞ്ചർ. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡിബഞ്ചറുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക് തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കോർപ്പറേറ്റ് സെക്യൂരിറ്റിയിൽ ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റിയെ പറ്റിയാണ്. അപ്പോൾ ആ ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റി എന്ന ടോപ്പിക്ക് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. സോ ഡിബഞ്ചർ എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു കാര്യം കൂടെ പഠിപ്പിച്ചു തരാം. അതെന്താണെന്ന് പറയുന്നതിന് ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഓക്കെ, ആ ടോപ്പിക്കിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് കാണിച്ചങ്ങ് വിടാം. ഇപ്പോൾ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. ടോപ്പിക്കിൻ്റെ പേര് ഡിബഞ്ചർ സ്റ്റോക്ക് എന്നാണ്. മാക്സിമം 1 മാർക്കിനൊക്കെ വരാൻ സാധ്യതയുണ്ട്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് ഡിബഞ്ചർ സ്റ്റോക്ക് എന്നുള്ളത്? ഡിബഞ്ചർ സ്റ്റോക്ക് 2 വാക്കാണ്. അപ്പോൾ നിങ്ങളിത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് വെറുതെ എന്തിനാ തെറ്റെഴുതി വെക്കുന്നത്? അതൊന്നും വേണ്ട, കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എന്താണ് ഡിബഞ്ചർ സ്റ്റോക്ക് എന്ന് നിങ്ങൾക്കറിയണം. നമ്മുടെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയാം. എൻ്റെ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന മിക്കവാറും വീടുകളിലൊക്കെ ഒരു അല്പം കടവും പ്രാരാബ്ദമൊക്കെ ഉള്ളവരായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു വീട്ടുകാർക്ക് പുതിയൊരു വീട് വെക്കുന്നതിനോ എന്തിനോ ആയിക്കോട്ടെ ഒരു 10 ലക്ഷം രൂപ ലോൺ എടുക്കണം. നമ്മുടെയൊക്കെ ഒരു ജീവിതത്തിൻ്റെ അവസ്ഥ തന്നെയായി പറയുന്നത്. ഓക്കെ, സോ നമുക്കൊരു വീട് വെക്കാനോ അല്ലെങ്കിൽ ഒരു വിവാഹം നടത്താനോ എന്തോ ആയിക്കോട്ടെ, എന്ത് തന്നെയായാലും ഒരു 10 ലക്ഷം രൂപയുടെ ലോൺ വേണം. ഈ ലോൺ എടുക്കുന്നതിന് ആ വീട്ടുകാർക്ക് പ്രോപ്പർട്ടി പ്ലെഡ്ജ് ചെയ്യാനുണ്ട്. ഒരു 50 സെൻറ്റ് പുരയുടെ ഇരിക്കട്ടെ. ഓക്കെ, ഒരു 50 സെൻറ്റ് പ്രോപ്പർട്ടിയും ഒരു വീടും ഉണ്ട്. ആ വീടും പറമ്പും ബാങ്കിൽ പണയം വെച്ചിട്ടാണ് ഈ 10 ലക്ഷം രൂപ ലോൺ എടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെയാണേ, നോക്കൂ, നമ്മുടെ കയ്യിൽ വെക്കാൻ സെക്യൂരിറ്റി ഉണ്ട്, ലോൺ കിട്ടാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ലോൺ കിട്ടും. ഇത്രയും ഓക്കെയാണേ. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഈ പറയുന്ന പ്രോപ്പർട്ടി പ്ലെഡ്ജ് ചെയ്ത് 10 ലക്ഷം രൂപയല്ലേ നമുക്ക് ലോൺ വേണ്ടത്? ശരി, നമ്മൾ ഈ 10 ലക്ഷം രൂപ 10,000 രൂപ വീതം 100 ബാങ്ക്, അതായത് ഇന്ത്യയിലെ 100 ബ്രാഞ്ച്, പല ബാങ്കുകളുടെ ബ്രാഞ്ചുകൾ എണ്ണുമ്പോൾ ഇന്ത്യയിൽ 100 ബ്രാഞ്ചൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് തന്നെ കുറേ ബ്രാഞ്ച് ഉണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമുക്ക് 10 ലക്ഷം രൂപ കടം വേണം. ശരി, നമ്മൾ ഈ 10 ലക്ഷം രൂപ കടമെടുക്കാനായിട്ട് 10,000 രൂപ വീതം കടം ചോദിച്ചുകൊണ്ട് 100 ബാങ്കുകൾ കയറി ഇറങ്ങുമോ, അതോ 10 ലക്ഷം രൂപയ്ക്ക് ഒരൊറ്റ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതാണോ നല്ലത്? ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളെ വീട്ടുകാരോട് തന്നെ ചോദിക്കോ. പലരും ലോൺ എടുത്തൊക്കെ വീട് വെച്ചവർ കാണും, ലോൺ എടുത്ത് കാറ് വാങ്ങിയവരൊക്കെ കാണും. ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, 10 ലക്ഷം രൂപ കടം വേണം. നമ്മൾ ആരുടെ ഔദാര്യം ഒന്നുമില്ല ചോദിക്കുന്നത്, നമുക്കിതാ പ്ലെഡ്ജ് ചെയ്യാൻ പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, 10,000 രൂപ വീതം 100 ബാങ്കിൽ ചെന്ന് കയറി ഇറങ്ങണോ, അതോ 10 ലക്ഷം രൂപ ഒരു ബാങ്കിൽ നിന്ന് തന്നെ കടമെടുത്താൽ മതിയോ? തീർച്ചയായിട്ടും നമ്മളെല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ഈ 10 ലക്ഷം രൂപയും ഒരു ബാങ്കിൽ നിന്ന് കിട്ടുമെങ്കിൽ അത്രയും നല്ലത്. കാര്യം ഒരു തവണ യാത്ര ചെയ്താൽ മതി, പ്രൊസീജിയർ ഒരു തവണ ചെയ്താൽ മതി. അപ്പോൾ ഒരു ബാങ്കിനെ മാത്രം നമ്മൾ ആശ്രയിച്ചാൽ മതി. അപ്പോൾ കടം വാങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും കഴിവതും ഒരു ബൾക്ക് എമൗണ്ട് ഒരു സോഴ്സിൽ നിന്ന് തന്നെ കിട്ടിയാൽ സന്തോഷം. കാര്യം അവരുമായിട്ട് മാത്രം ഡീൽ ചെയ്താൽ മതിയല്ലോ. അല്ലാതെ എങ്ങനെയാണോ 100 ബാങ്കിൽ കയറി ഇറങ്ങുന്നത്? 10,000 രൂപ വീതം 100 ബാങ്ക് എന്ന് പറഞ്ഞാൽ 100 തവണ ഡോക്യുമെൻ്റ് ചെയ്യണം, 100 പേരെ പോയി കാണേണ്ടി വരും. വേണ്ട, ഒരൊറ്റ ബാങ്കിൽ നിന്ന് 10 ലക്ഷം കിട്ടട്ടെ. ഇങ്ങനല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്? ഇങ്ങനല്ലേ നമ്മളെല്ലാവരും ലോൺ എടുക്കുന്നത്? അല്ലെ വീട്ടിൽ ചോദിച്ചാൽ മതി. ഓക്കെ, സോ നമ്മുടെ സോഴ്സിൻ്റെ എണ്ണം ഒരു ബാങ്ക് മതി. 10 ലക്ഷം രൂപ കടം വേണം, പ്രമാണം പണയം വയ്ക്കുന്നു, ഒരു ബാങ്കിൽ അപ്ലൈ ചെയ്യുന്നു, 10 ലക്ഷം രൂപ ലോൺ എടുക്കുന്നു, കഴിഞ്ഞു. ഇതുപോലെ ഇനി കാര്യം കേട്ടോ, ഇതുപോലെ നോക്കൂ, ഈ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ കമ്പനി പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ്. എന്തിനു വേണ്ടി? പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും കടം വാങ്ങാനായിട്ടാണ്. ഡെറ്റ് ക്യാപിറ്റലാണ് അല്ലേ? കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് വഴി പബ്ലിക്കിൻ്റെ നിന്ന് പൈസ കിട്ടും. എങ്ങനെ കിട്ടും? കടമായിട്ടാണ് കിട്ടുന്നത്. പബ്ലിക്ക് കമ്പനിക്ക് പൈസ കടമാണ് കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ 100 രൂപ വിലയുള്ള 10 ഡിബഞ്ചർ ഒരാൾക്ക്, 20 മറ്റൊരാൾക്ക്, 30 ഒരാൾക്ക്, 40 ഒരാൾക്ക്, 100 ഒരാൾക്ക്, 125 ഇങ്ങനെ പല ആൾക്കാർക്ക് കൊടുത്ത് ഒരുപാട് പേരുടെ നിന്ന് ഇങ്ങനെ കടം വാങ്ങി വെക്കുന്നതിലും നല്ലത് നമുക്ക് ആവശ്യമുള്ള എമൗണ്ട് ടോട്ടലായിട്ട് ആർക്കെങ്കിലും തരാൻ പറ്റുമെന്ന് ചോദിക്കുന്നതല്ലേ? ഇല്ല, മനസ്സിലായി കാണത്തില്ല. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് കടം വാങ്ങാനാണ്. അത് ഓക്കെയാണോ? ഒരു കമ്പനി പബ്ലിക്കിന് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ പബ്ലിക്ക് ഡിബഞ്ചർ വാങ്ങി കമ്പനിക്ക് പൈസ കൊടുക്കും. എങ്ങനെ? കടമായിട്ട് കൊടുക്കും. ശരി, അപ്പോൾ എക്സ് ലിമിറ്റഡ് എന്ന കമ്പനി
എക്സ് ലിമിറ്റഡ് എന്ന കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുവാണ്. ഒരു ഡിബഞ്ചറിൻ്റെ വില 100 രൂപ. ഒരു ഡിബഞ്ചറിൻ്റെ വില 100 രൂപ. രാജു 10 എണ്ണം വാങ്ങി, 10 ഡിബഞ്ചർ വാങ്ങി. രാമു 15 എണ്ണം വാങ്ങി. രാഘവൻ 20 എണ്ണം വാങ്ങി. ത്രേസ്യാമ്മ 35 എണ്ണം വാങ്ങി. ഇങ്ങനെ പല 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 ആളുകൾ കുറേശ്ശെ വാങ്ങി ഒരു ഹ്യൂജ് എമൗണ്ട്, അതായത് ഒരു 25 ലക്ഷം രൂപ കമ്പനിക്ക് കിട്ടി. 25 ലക്ഷം രൂപ കിട്ടാനായിട്ട് ഏകദേശം ഒരു 3000-ഓളം ആളുകൾ ഡിബഞ്ചർ വാങ്ങേണ്ടി വന്നു. മനസ്സിലാവുന്നുണ്ട്? ഒരു 3000-ഓളം ആളുകൾ ഡിബഞ്ചർ വാങ്ങിയിട്ടാണ് കമ്പനിക്ക് 25 ലക്ഷം രൂപ കിട്ടിയത്. എൻ്റെ ചെറിയൊരു സംശയം, ഈ 25 ലക്ഷം രൂപ കടം കൊടുക്കാൻ തയ്യാറാകുന്ന ഒരാൾ, അയാൾക്ക് ഈ ഡിബഞ്ചർ എല്ലാം കൂടെ കൊടുത്താൽ ഈ പറയുന്ന ബെനിഫിറ്റ് ആണല്ലേ കമ്പനിക്ക് കിട്ടുന്നത്. കടം വാങ്ങിയവരുടെ എണ്ണം, കമ്പനിയെ സംബന്ധിച്ച് ക്രെഡിറ്റേഴ്സിൻ്റെ എണ്ണം കൂട്ടിയിട്ട് എന്തിനാ? 25 ലക്ഷം രൂപയും ഒരാൾ തന്നെ തരുമെങ്കിൽ അതല്ലേ നല്ലത്. അങ്ങനെ ലാർജ് എമൗണ്ട് ഓഫ് ഡിബഞ്ചർ ഒരു ഒറ്റ ബൾക്കായിട്ട് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് ഡിബഞ്ചർ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇതിനാണ് ഞാൻ ഈ കഥാപ്രസംഗം മൊത്തം നടത്തിയത്. പക്ഷേ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഡിബഞ്ചർ സ്റ്റോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ലാർജ് എമൗണ്ട് ഓഫ് ലോൺ ഡിഫറൻറ്റ് നമ്പർ, അതായത് ഒരുപാട് നമ്പർ ഓഫ് ഡിബഞ്ചറിന് പകരം ഒരു ഒറ്റ നമ്പർ, അതിനകത്ത് ലാർജ്, ഇപ്പോൾ 25 ലക്ഷം രൂപ ആർക്ക് തരാൻ പറ്റും? അപ്പോൾ ഉടനെ ജെയിംസ് പറയുവാണ് ഞാൻ 25 അങ്ങ് തരാം. സോ അപ്പോൾ അയാൾക്ക് മാത്രം ഡിബഞ്ചർ 25 ലക്ഷത്തിൻ്റെ ഡിബഞ്ചർ അങ്ങ് കൊടുത്താൽ മതി. നമ്മളെ സംബന്ധിച്ച് ഒരാളുമായിട്ട് ഡീൽ ചെയ്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അതിനെയാണ് നമ്മൾ ഡിബഞ്ചർ സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ചോദിച്ചാൽ ഇങ്ങനെ എഴുതണം: ഡിബഞ്ചർ സ്റ്റോക്ക് ഈസ് എ ഡോക്യുമെൻറ്റ് ത്രൂ വിച്ച് എ ലാർജ് എമൗണ്ട് ഓഫ് ലോൺ ഈസ് റൈസ്ഡ് ബൈ എ കമ്പനി ഇൻസ്റ്റെഡ് ഓഫ് ഇഷ്യൂയിങ് എ നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ്. കണ്ടോ, ഒരുപാട് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നതിന് പകരം ഒരു ലാർജ് എമൗണ്ട് ഒരു സിംഗിൾ ഇഷ്യൂവിലൂടെ തന്നെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെൻറ്റിനെയാണ് ഡിബഞ്ചർ സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. ഇതാണ് ഡിബഞ്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്ക്. ഓക്കെ, സോ ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റിയിൽ ഡിബഞ്ചറുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ് നമ്മൾ പഠിപ്പിച്ചു തരുന്നത്. ഇതിനകത്ത് ഇനി മറ്റൊരു ടേമും കൂടെ ഉണ്ട്, ബോണ്ട്. ഈ ബോണ്ട് എന്ന് പറയുന്നതും ഒരു ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റി തന്നെയാണ് കേട്ടോ. ഡിബഞ്ചറിൻ്റെ അതേ മീനിങ് തന്നെയാണ് ബോണ്ടിനും. കമ്പനിക്ക് പബ്ലിക്കിൻ്റെ നിന്ന് കടം വാങ്ങാനുള്ളൊരു ഉപാധിയാണ്. കമ്പനിക്ക് ക്യാപിറ്റൽ വേണം, പക്ഷേ പബ്ലിക്കിൻ്റെ നിന്ന് കടമായിട്ട് മതിയെങ്കിൽ ഡിബഞ്ചർ കൂടാതെ ബോണ്ടും ഇഷ്യൂ ചെയ്യാറുണ്ട്. ഇനി ഞാനൊരു ചെറിയൊരു കാര്യം ഷെയർ ചെയ്യാം, എൻ്റെ ഒരു നോളജ് ഒന്ന് ഷെയർ ചെയ്യാം. പഴയ കാലത്ത് ഈ ഡിബഞ്ചർ എന്ന വാക്ക് സാധാരണ കമ്പനികൾക്കാണ് ഉപയോഗിക്കുന്നത്. കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്ന കടപ്പത്രമാണ് ഡിബഞ്ചർ. പണ്ടത്തെ കാലത്ത് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ് ആയിരുന്നു. ഇതായിരുന്നു പഴയ ഒരു രീതി. ഡിബഞ്ചർ കമ്പനികളും ബോണ്ട് ഗവൺമെൻറ്റുമാണ് പണ്ട് ഇഷ്യൂ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ഈ ബോണ്ട് എന്ന് പറയുന്നത് കമ്പനികളും പല പല പേരുകളിൽ ഇഷ്യൂ ചെയ്യാറുണ്ട്. ഇതൊരു ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തതന്നേ ഉള്ളൂ. ഡിഫറൻസ് ബിറ്റ്വീൻ ഡിബഞ്ചർ ആൻഡ് ബോണ്ട് എന്നൊരു ചോദ്യം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ. അഥവാ വന്നാലും നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം, ബോണ്ട് എന്ന് പറയുന്നത് പണ്ട് ഗവൺമെൻറ്റാണ് ഇഷ്യൂ ചെയ്തത്, ഡിബഞ്ചർ കമ്പനികളുടെ കേസിലായിരുന്നു. ഓക്കെ, ഇത് മാത്രമാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. രണ്ടും പ്രൊസീജിയറൽ ഫോർമാലിറ്റിയൊക്കെ ഒന്ന് തന്നെയാണ്, കടം വാങ്ങുന്ന ഏർപ്പാട് തന്നെ. അപ്പോൾ കമ്പനികൾ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് വഴി പബ്ലിക്കിൻ്റെ നിന്ന് കടം തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ബോണ്ടുമായിട്ട് ബന്ധപ്പെടുത്തി ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ബോണ്ട് പഠിക്കാനുണ്ട്. ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ബോണ്ട് നോക്കൂ. നിങ്ങൾ വേണമെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു കള്ളമാണെന്ന് തോന്നിയാൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കോ. ഈ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ബോണ്ടൊന്നും നമുക്ക് പഠിച്ച് തീരത്തില്ല. അതായത് ഈ ലോകത്തുള്ള എല്ലാ ടൈപ്പ് ബോണ്ടിനെ പറ്റിയൊന്നും പഠിക്കാൻ പറ്റില്ല. അതിനു വേണ്ടി ടൈപ്പുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ മസാല ബോണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? മസാല ബോണ്ട് കേട്ടിട്ടുണ്ടോ എന്നുള്ളത് ഇതൊക്കെ കേൾക്കണം. കാര്യം കേരള ഗവൺമെൻറ്റിൻ്റെ കിഫ്ബി പദ്ധതിയായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ സ്ഥിരമായിട്ട് പത്രങ്ങളിലൊക്കെ വായിക്കുന്നതാണ്. മസാല ബോണ്ട് ഇഷ്യൂ ചെയ്താണ് കേരള ഗവൺമെൻറ് പൈസ റൈസ് ചെയ്യാൻ നോക്കുന്നത്. ഈ മസാല ബോണ്ടെന്ന് പറയുമ്പോൾ ഈ മസാല എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഇന്ത്യൻ കൾച്ചർ വരുത്താൻ വേണ്ടിയാണ്. നമ്മൾ ഇന്ത്യക്കാരിലെ കൂടുതലായിട്ട് ഈ സ്പൈസി ആയിട്ടുള്ള കുരുമുളകൊക്കെ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ പേര് വന്നത്. ഒരു ഇന്ത്യൻ സിസ്റ്റം, ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ട് എന്ന അർത്ഥത്തിലാണ് ഈ മസാല ബോണ്ട്. ഇപ്പോൾ അമേരിക്ക ഇഷ്യൂ ചെയ്യുന്ന യാങ്കി ബോണ്ടെന്ന് പറയും. യാങ്കി ബോണ്ടെന്ന് പറഞ്ഞാൽ അമേരിക്ക ഇഷ്യൂ ചെയ്യുവാണ്. ജപ്പാൻ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടാണ് സാമുറായി ബോണ്ട്. ഇങ്ങനെ ഓരോ പേരിട്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഓരോ രാജ്യങ്ങൾക്കും അവരുടെ ഇഷ്ടത്തിന് പല പല പേരുകളുണ്ട്. പല സിറ്റുവേഷനിൽ ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ട്, റിട്ടയർമെൻറ്റ് ബോണ്ട്, ജങ്ക് ബോണ്ട്, കളബിൾ ബോണ്ട്, വിട്ടബിൾ ബോണ്ട്, ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ബോണ്ടുണ്ട്. അതെല്ലാം കൂടെ പഠിക്കാനും നടക്കില്ല. അപ്പോൾ പ്രധാനപ്പെട്ട ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോണ്ടുകളൊന്ന് പഠിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഈ മസാല ബോണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ അറിയേണ്ട കേസാണത്. ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്നതുകൊണ്ട് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു വാക്ക്, അത്രയേ ഉള്ളൂ ഈ മസാല.
മെയിനായിട്ട് സ്പൈസി ഫുഡൊക്കെ ഇന്ത്യൻ കൾച്ചറല്ലേ, അതുകൊണ്ടാണ് ഈ മസാല ബോണ്ടെന്ന് ഇട്ടത്. ഇപ്പോൾ ജപ്പാൻകാരുടെ ഒരു വാക്കാണ് ഈ സാമുറായി. ഇപ്പോൾ സാമുറായി ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് ജപ്പാനിലാണ്. USA ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടിന് യാങ്കി ബോണ്ടെന്ന് വിളിക്കും. ഇങ്ങനെ ഓരോ രാജ്യങ്ങൾക്ക് ഓരോ ബോണ്ടൊക്കെ ഉണ്ട്. ഓക്കെ, സോ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ടുന്ന കുറച്ച് ബോണ്ടുകളെ പറ്റി പറഞ്ഞുതരാം. ബോണ്ടുകളെ പറ്റി പറയുമ്പോൾ ഈ ഒരു വാക്ക് ആദ്യം ഒന്ന് പഠിക്കണം. കൂപ്പൺ റേറ്റ് ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട കാര്യം കേട്ടോ. കൂപ്പൺ റേറ്റ് എന്താണെന്ന് ഒരു മാർക്കിന് ചോദിച്ചാൽ, കൂപ്പൺ റേറ്റ് ഒരു പിടിയില്ലല്ലേ. കൂപ്പൺ റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻട്രസ്റ്റ് റേറ്റിനെയാണ്. ഇത്രയേ ഉള്ളല്ലേ, ഇത്രയേ ഉള്ളൂ. കൂപ്പൺ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദിസ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ഇൻട്രസ്റ്റ് ഓൺ പാർ വാല്യൂ ഓഫ് ദ ബോണ്ട് ഈസ് പേയബിൾ. ബോണ്ടിന് കൊടുക്കേണ്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് കൂപ്പൺ റേറ്റ് എന്ന് വിളിക്കുന്നത്. ബോണ്ടിന് മാത്രമല്ല, ഡിബഞ്ചറിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റിന് നമ്മൾ കൂപ്പൺ റേറ്റ് എന്ന് വിളിക്കും. സോ ഒന്ന് ഓർത്ത് വെച്ചോ, ഒരു മാർക്ക് കിട്ടാൻ സാധ്യതയുള്ളതാണ്. വാട്ട് ഡു യു മീൻ ബൈ കൂപ്പൺ റേറ്റ്? സിമ്പിൾ ആൻസർ. കൂപ്പൺ റേറ്റ് എന്ന് പറഞ്ഞാൽ ദ റേറ്റ് അറ്റ് വിച്ച് ഇൻട്രസ്റ്റ് ഓൺ പാർ വാല്യൂ ഓഫ് ദ ബോണ്ട് ഈസ് പേയബിൾ. ബോണ്ടിന് നമ്മൾ ഏത് റേറ്റിലാണോ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് ആ റേറ്റ്, ആ ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത്. അത് വേറെ ഒന്നുമില്ല പറയാനായിട്ട്. ഓക്കെ, ഇറ്റ് ഈസ് ജസ്റ്റ് സിമ്പിൾ. നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഇല്ലയോടോ, ആ ഇൻട്രസ്റ്റ് റേറ്റിനെ വിളിക്കുന്ന പേരാണ് കൂപ്പൺ റേറ്റ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോ. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോണ്ടുകളെ പറ്റി നോക്കാം. എളുപ്പമാണ്, ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ടോപ്പിക്കുകളാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഈസ് ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട്. ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട് എന്ന് പറഞ്ഞാൽ നോക്കൂ, ഡിസ്കൗണ്ടിനാണ് ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. എന്നിട്ട് മെച്യൂർഡ് അറ്റ് പാർ. അല്ലോ മനസ്സിലായ എവിടുന്ന് അല്ലേ? ഒരു കമ്പനി ബോണ്ട് ഇഷ്യൂ ചെയ്യണം. ആ ബോണ്ടിൻ്റെ യഥാർത്ഥ വില 100 രൂപ. ആ ബോണ്ടിൻ്റെ വില 100 രൂപ. കമ്പനി എന്ത് ചെയ്യുമെന്നറിയോ? ഇതൊരു 80 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യും. അതിനാണ് ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്യുന്നതെന്ന് പറയുന്നത്. ബോണ്ടിൻ്റെ യഥാർത്ഥ വില 100 രൂപയാണ്. ഓക്കെ, പക്ഷേ കമ്പനി എന്ത് ചെയ്യും? കമ്പനി ഇത് പബ്ലിക്കിന് 80 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യും. അപ്പോൾ പബ്ലിക്ക് 80 രൂപ കമ്പനിക്ക് കൊടുത്താൽ മതി. ഈ ബോണ്ട് പർച്ചേസ് ചെയ്തിട്ട് കമ്പനിക്ക് 80 രൂപ കൊടുത്താൽ മതി. സോ പബ്ലിക്ക് 80 രൂപ കമ്പനിക്ക് കൊടുത്തു. ഇതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് കാണുമല്ലോ. ഇപ്പോൾ 2 വർഷമാണെന്ന് വിചാരിച്ചോ. 2 വർഷം കഴിയുമ്പോൾ കമ്പനി പൈസ തിരിച്ചു കൊടുക്കത്തില്ലേ? കമ്പനി പാർ വാല്യൂ തിരിച്ചു കൊടുക്കും. അതായത് ഈ 100 തിരിച്ചു കൊടുക്കും. ഇതിനിടയ്ക്ക് പലിശ ഒന്നും കൊടുക്കത്തില്ല. ഇവിടെ കൂപ്പൺ റേറ്റ് ഉണ്ടാവത്തില്ല. ദർ ഈസ് നോ ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ. നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പം നിങ്ങളാണ് ബോണ്ട് വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാർ. പറയുന്നത് മനസ്സിലാക്കി തരാം. ഇപ്പോൾ എക്സ് ലിമിറ്റഡ് എന്ന കമ്പനി എക്സ് ലിമിറ്റഡ് എന്ന കമ്പനി ബോണ്ട് ഇഷ്യൂ ചെയ്യുവാണ്. എത്ര രൂപയ്ക്ക്? ഒരു ബോണ്ടിൻ്റെ വില, ഇതിനാണ് പാർ വാല്യൂ എന്ന് പറയുന്നത്. യഥാർത്ഥ വിലയ്ക്കാണ് നമ്മൾ ഫേസ് വാല്യൂ എന്നോ നോമിനൽ വാല്യൂ എന്നോ പാർ വാല്യൂ എന്നൊക്കെ പറയുന്നത് ഒറിജിനൽ വിലയ്ക്കാണ്. ഈ ബോണ്ടിൻ്റെ യഥാർത്ഥ വില 100 രൂപ. ഇത്രയൊക്കെയാണ്. നിങ്ങൾക്കിത് കമ്പനി 80 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ബോണ്ട് വാങ്ങിയിട്ട് കമ്പനിക്ക് 80 രൂപ കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളൊരു ബോണ്ട് വാങ്ങുന്നു, കമ്പനിക്ക് 80 രൂപ കടമായിട്ട് കൊടുക്കുന്നു. ഓക്കെ, 2 വർഷമാണ് മെച്യൂരിറ്റി പീരീഡ്. ഈ 2 വർഷത്തിനിടയ്ക്ക് നിങ്ങൾക്ക് പലിശ കിട്ടത്തില്ല. 1 രൂപ പോലും പലിശ കിട്ടില്ല. പക്ഷേ 2 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പാർ വാല്യൂ അവർ തിരിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലാഭം? 2 കൊല്ലം കൊണ്ട് 20 രൂപ ലാഭം കിട്ടും. പലിശയ്ക്ക് പകരം ഒരു എമൗണ്ട് അഡീഷണൽ തരുന്ന പോലെയാണ്. ഇതാണ് ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട്. ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്ത് പാർ വാല്യൂവിൽ റെഡീം ചെയ്യും. അതായത് ഉദാഹരണത്തിന് പബ്ലിക്കിൻ്റെ 80 രൂപ വാങ്ങിയിട്ട് സമയമാകുമ്പോൾ മെച്യൂരിറ്റി ആകുമ്പോൾ 100 രൂപ കൊടുക്കുന്ന പോലെയാണ്. പബ്ലിക്കിന് 20 രൂപ ലാഭം, പലിശ കിട്ടത്തില്ല. ഓക്കെ, ഇതും കൂടെ നോക്കൂ. ഇത്തരം ബോണ്ടുകൾ ഷെയർ ആയിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റത്തതുമില്ല. ദീസ് ആർ നോട്ട് കൺവെർട്ടബിൾ ഇൻ ടു ഷെയർസ്. അപ്പോൾ ചോദിക്കാം ഒരു മാർക്കിന്, ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട് എന്താ? ദ ഇഷ്യൂ പ്രൈസ് ഓഫ് സച്ച് ബോണ്ട് ഈസ് ഫിക്സഡ് ആഫ്റ്റർ എ ലാർജ് ഡിസ്കൗണ്ട്. ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് യഥാർത്ഥ വിലയേക്കാൾ ഒരുപാട് താഴ്ത്തിയായിരിക്കും. ബട്ട് മെച്യൂർഡ് അറ്റ് പാർ. അതായത് പൈസ തിരിച്ചു കൊടുക്കേണ്ട സമയത്ത് കമ്പനി പാർ വാല്യൂ തിരിച്ചു കൊടുക്കും. ഇത് തന്നെടോ, പബ്ലിക്കിൻ്റെ 80 രൂപ വാങ്ങിയിട്ട് സമയമാകുമ്പോൾ 100 രൂപ തിരിച്ചു കൊടുക്കും. ആ 20 രൂപയുടെ ഡിഫറൻസ് ആണ് അവരുടെ ബെനിഫിറ്റ്. ഇതൊരിക്കലും ഷെയർ ആയിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റില്ല. ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ ചാൻസ് ഉള്ളത് സീറോ കൂപ്പൺ ബോണ്ട്. നോക്കൂ, സീറോ കൂപ്പൺ. അവിടെയും ഇൻട്രസ്റ്റ് ഇല്ല, അവിടെയും ഇതേ പരിപാടി തന്നെ കാണിക്കുന്നത്. നോക്കൂ, സീറോ കൂപ്പൺ ബോണ്ട് ZCB. സീറോ കൂപ്പൺ ബോണ്ട് റെപ്രസെൻറ്റ്സ് ബോണ്ട് ദാറ്റ് ആർ സോൾഡ് വിത്തൗട്ട് എനി കൂപ്പൺ റേറ്റ്. അപ്പോൾ എവിടെയും ഇൻട്രസ്റ്റ് റേറ്റ് ഇല്ല. ആൻഡ് ഹാവ് എ ഫിക്സഡ് മെച്യൂരിറ്റി പീരീഡ് ഫോർ റിഡംഷൻ അറ്റ് എ പ്രീമിയം. ഇവിടെയും ചെയ്യുന്നത് ഇത് തന്നെയാണ്. നോമിനൽ വാല്യൂവിനേക്കാൾ താഴ്ത്തി ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തിട്ട് നോമിനൽ വാല്യൂവിൽ റെഡീം ചെയ്യും. സെയിം സംഭവം തന്നെ, പക്ഷേ ഇത് വേണമെങ്കിൽ നമുക്ക് ഷെയർ ആയിട്ട് കൺവെർട്ട് ചെയ്തെടുക്കാം എന്നതാണ് ഇതിൻ്റെ ഡിഫറൻസ്.
ഇവിടെയും നേരത്തെ പറഞ്ഞ അതേ എക്സ്പ്ലനേഷൻ തന്നെ. നോക്കിക്കോ, ഇറ്റ് ഈസ് ഓൾവേസ് ഇഷ്യൂഡ് അറ്റ് പ്രൈസ് ലോവർ ദാൻ ദ നോമിനൽ വാല്യൂ. ബോണ്ടിൻ്റെ യഥാർത്ഥ വില എന്താണോ അതിനേക്കാളും ഒരുപാട് താഴ്ത്തിയാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതായത് 80 രൂപയെന്നിരിക്കട്ടെ, ആൻഡ് റെഡീംഡ് അറ്റ് നോമിനൽ വാല്യൂ 100 രൂപ. നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ. ആ ഡിഫറൻസ് ആണ് നമ്മുടെ ഈൽഡ്. പക്ഷേ വ്യത്യാസം ഇതിന് വേണമെങ്കിൽ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവെർട്ട് ചെയ്തെടുക്കാം. അതൊന്ന് സ്ട്രെസ് ചെയ്ത് പരീക്ഷയ്ക്ക് എഴുതണേ. നോക്കൂ, ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ടും ഈ സീറോ കൂപ്പൺ ബോണ്ടും ഒക്കെ ഒരേ അർത്ഥം തന്നെയാണ്. രണ്ടിൻ്റെ കേസിലും പലിശയൊന്നും കിട്ടത്തില്ല. പകരം എന്ത് കിട്ടും? ഒരു ഡിഫറൻസ് എമൗണ്ട് കിട്ടും. നമ്മളിപ്പോൾ കമ്പനിക്ക് 80 രൂപ കൊടുത്താൽ മതി. കമ്പനി നമുക്ക് 2 കൊല്ലം കഴിഞ്ഞോ 3 കൊല്ലം കഴിഞ്ഞോ 100 രൂപ തരുമെങ്കിൽ ആ ഡിഫറൻസിന് വേണ്ടിയാണ് ഈ ബോണ്ട് വാങ്ങുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ മീനിങ് അത് തന്നെയാണ്. പക്ഷേ വ്യത്യാസം ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട് ഷെയർ ആയിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റില്ല. എന്നാൽ സീറോ കൂപ്പൺ ബോണ്ട് ഷെയർ ആയിട്ട് വേണമെങ്കിൽ കൺവെർട്ട് ചെയ്യാം. പിന്നെ ഒരു പ്രധാനപ്പെട്ടതാണ് സെക്യൂർഡ് പ്രീമിയം നോട്ട്, SPN എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. സെക്യൂർഡ് പ്രീമിയം നോട്ട്. നോക്കൂ, സെക്യൂർഡ് പ്രീമിയം നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്യൂഡ് അറ്റ് പാർ. ഇഷ്യൂഡ് അറ്റ് പാറോ? അതെ. ബോണ്ടിൻ്റെ വില എന്താണ്? യഥാർത്ഥ വില. ബോണ്ടിൻ്റെ യഥാർത്ഥ വില എന്താണ് ഇവിടെ? 100 രൂപ. അപ്പോൾ ഇഷ്യൂഡ് അറ്റ് പാർ ആ 100 രൂപയ്ക്ക് തന്നെ ഇഷ്യൂ ചെയ്യും. ആ 100 രൂപയ്ക്ക് തന്നെ പബ്ലിക്കിന് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പബ്ലിക്ക് 100 രൂപ തന്നെ കമ്പനിക്ക് കൊടുക്കണം. ഇഷ്യൂഡ് അറ്റ് പാർ ബട്ട് റെഡീമബിൾ ഇൻ ഡിഫറെൻറ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അറ്റ് എ പ്രീമിയം. അതായത് ഈ 100 രൂപയ്ക്ക് പബ്ലിക്ക് ബോണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ ഇവർക്കതൊരു പ്രീമിയത്തിനായിരിക്കും റിഡംഷൻ കിട്ടുന്നത്. 120 രൂപയ്ക്ക് റെഡീം ചെയ്യാം. ഇവിടെയും പലിശയൊന്നും കിട്ടില്ല, ഈ ഡിഫറൻസ് തന്നെയായിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ പാർ വാല്യൂവിന് ഇഷ്യൂ ചെയ്ത് ഒരു പ്രീമിയത്തിന് റെഡീം ചെയ്യും. ഇവിടെ രണ്ടിടത്തും ഇവിടേക്ക് എന്താണ്? ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്തിട്ട് പാർ വാല്യൂ റെഡീം ചെയ്യും. ഇപ്പോൾ ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ടും സീറോ കൂപ്പൺ ബോണ്ടും ഒരു ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തിട്ട് പാർ വാല്യൂവിൽ റെഡീം ചെയ്യും. എന്നാൽ സെക്യൂർഡ് പ്രീമിയം നോട്ട് എന്ന് പറയുന്നത് പാർ വാല്യൂ, അതായത് 100 രൂപയ്ക്ക് തന്നെ ഇഷ്യൂ ചെയ്തിട്ട് ഒരു പ്രീമിയം എമൗണ്ടിന് 120 130 അങ്ങനെ ഒരു പ്രീമിയം എമൗണ്ടിനായിരിക്കും റെഡീം ചെയ്യുന്നത്. ഈ എമൗണ്ടുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും ഇൻവെസ്റ്ററുടെ ബെനിഫിറ്റ്. ഓക്കെ, അടുത്തത് പ്രധാനമായിട്ട് വരുന്നത് കോളബിൾ ബോണ്ടും പുട്ടബിൾ ബോണ്ടും. ഇത് ഒരുമിച്ചങ്ങ് പറഞ്ഞുതരാം, അങ്ങനെ ഒരുമിച്ചാണ് പഠിപ്പിക്കേണ്ടത്. കോളബിൾ ബോണ്ട്, പുട്ടബിൾ ബോണ്ട്. പ്രധാനപ്പെട്ടത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കോളബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ കോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? കോൾ, വിളിക്കുക. അതായത് കോളബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ കമ്പനി ബോണ്ടിൻ്റെ കാലാവധി കഴിഞ്ഞു എന്ന് പറഞ്ഞ് ബോണ്ട് തിരിച്ചു വിളിക്കും. അതായത് കമ്പനി പറയുവാണ്, ഓക്കെ നമുക്ക് നിങ്ങളിൽ നിന്ന് വാങ്ങിയ കടത്തിൻ്റെ ആവശ്യം കഴിഞ്ഞു, ഞങ്ങൾ ആ പൈസ അങ്ങ് തിരിച്ചു തരുവാണ്, നിങ്ങൾ ആ ബോണ്ടിക്ക് മടക്കി നൽകുക. കമ്പനിയാണ് ഈ ബോണ്ടിൻ്റെ കാലാവധി തീർത്ത് അങ്ങ് സെറ്റിൽ ചെയ്യുന്നത്. ഇതാ നോക്കിക്കോ, എ കോളബിൾ ബോണ്ട് ഈസ് വൺ വേർ ദ ബോറോവർ. ആരാ ബോറോവർ? കടം വാങ്ങുന്ന ആരാടോ? കടം വാങ്ങുന്നത് കമ്പനിയാണ്. എ കോളബിൾ ബോണ്ട് ഈസ് വൺ വേർ ദ ബോറോവർ ഹാവ് ആൻ ഓപ്ഷൻ ടു റെഡീം. കമ്പനിക്കാണ് ഇത് റെഡീം ചെയ്യാൻ ഓപ്ഷൻ. ഓക്കെ, നിങ്ങളുടെ ഇത് കടം വാങ്ങിയതിൻ്റെ ആവശ്യമൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ പൈസ തിരിച്ചു തരാൻ റെഡിയാണ്, ഓക്കെ ഞങ്ങൾ ആ പൈസ മടക്കി തരാൻ പോവുകയാണ്, ബോണ്ടിങ് തിരിച്ചു തരിക. കോൾ ചെയ്യുന്നു, തിരിച്ചു വിളിക്കുന്നു. അതാണ് കോളബിൾ ബോണ്ട്. പുട്ടബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങ് ഇടുകയാണ്, ഞങ്ങൾക്ക് നിങ്ങളുടെ ബോണ്ട് വേണ്ട, എന്നാ കൊണ്ടുപോയിക്കോ, ആ ആറ്റിറ്റ്യൂഡാണ് പുട്ടബിൾ. അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ബോണ്ട് ഹോൾഡർ ഹാസ് ആൻ ഓപ്ഷൻ ടു റെഡീം. ആരാണോ കടം കൊടുത്തത് പബ്ലിക്ക്, അപ്പോൾ പബ്ലിക്കിനൊരു ഓപ്ഷൻ ഉണ്ട്, അതെ ഞങ്ങളുടെ പൈസ ഇനി തിരിച്ച് തന്നേക്കണേ, അത് പീരീഡ് അവർ പറയുവാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ബോണ്ടൊന്നും ഇനി വേണ്ട, അങ്ങനെ തിരിച്ച് തന്നേക്കാം, ഞങ്ങളുടെ പൈസ ഇനി തിരിച്ചു തന്നാൽ മതി. അപ്പോൾ അതാണ് ഈ കോളബിളും പുട്ടബിളും. അപ്പോൾ കോളബിൾ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കോളബിൾ ബോണ്ട് ഈസ് വൺ വേർ ദ ബോറോവർ ഹാവ് ആൻ ഓപ്ഷൻ ടു റെഡീം ദ ബോണ്ട് അറ്റ് എനി ടൈം. പുട്ടബിൾ എന്താ? ഇറ്റ് ഈസ് വൺ വേർ ദ ഹോൾഡർ ഹാസ് ആൻ ഓപ്ഷൻ. ക്ലിയർ ആയി കാണുമല്ലോ. ഇവിടെ കമ്പനിയാണ് റെഡീം ചെയ്യുന്നത്, ഇവിടെ പബ്ലിക്, അതായത് ബോണ്ട് വാങ്ങിയ ആളാണ് റെഡീം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇത് ഒരു റയർ കേസാണ്. ചോദിക്കുകയാണെങ്കിൽ എളുപ്പമായി ഞാൻ പഠിപ്പിക്കുന്ന ജങ്ക് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇത് മാത്രം പറഞ്ഞാൽ മതി. ഹൈ റിസ്ക് ഹൈ ഈൽഡ്, അതായത് ഒട്ടും തന്നെ ക്രെഡിറ്റ് റേറ്റിംഗ് കാണില്ല, ഏത് നിമിഷവും നമുക്ക് നഷ്ടം വരാവുന്ന ബോണ്ടായി ജങ്ക് ബോണ്ട് എന്ന് പറയുന്നത്. അതായത് ഹൈ റിസ്ക് ഹൈ ഈൽഡ്, കിട്ടി പോയാൽ പോയി, അങ്ങനെ ഒരു തരത്തിൽ ഒരു സ്റ്റെബിലിറ്റിയും കാണിക്കാത്ത, ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ബോണ്ടാണ്. മനസ്സിലാവുന്നുള്ളൂ? അതിൽ നിന്ന് റിട്ടേൺ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് ഓരോ ഉറപ്പും പറയാൻ പറ്റില്ല. കിട്ടി പോയാൽ പോയി, ആ ആറ്റിറ്റ്യൂഡാണ്. അതിനാണ് ഈ ജങ്ക് ബോണ്ടെന്ന് പേരിട്ടിരിക്കുന്നത്. കൂടുതലായിട്ട് ഇത് അമേരിക്ക ബേസ്ഡ് ആണ്, നമ്മുടെ ഇന്ത്യയിൽ അധികം അങ്ങനെ കൊടുക്കത്തില്ല. ഓക്കെ, അപ്പോൾ ചോദിച്ചാൽ എഴുതിക്കോ,
ഹൈ റിസ്ക് ഹൈ ഈൽഡ് ബോണ്ടാന്ന് എഴുതിയാൽ മതി, 1 മാർക്ക് കിട്ടിയിരിക്കും. അപ്പോൾ നമ്മൾ ഏതൊക്കെ ബോണ്ടുകളെ പറ്റി പഠിച്ചു നോക്കാമല്ലോ. ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ടും, തിരിഞ്ഞു പോകല്ലേ, ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ടും സീറോ കൂപ്പൺ ബോണ്ടും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. പക്ഷേ ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട് ഷെയറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല, സീറോ കൂപ്പൺ ബോണ്ട് ഷെയറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനേക്കാളൊക്കെ പ്രധാനമായിട്ടും ചോദിക്കാൻ ചാൻസ് ഇതാണ്, സെക്യൂർഡ് പ്രീമിയം നോട്ടാണ്. ഇത് പാർ വാല്യൂവിനാണ് ഇഷ്യൂ ചെയ്യുന്നത്, എന്നിട്ട് പ്രീമിയത്തിന് റെഡീം ചെയ്യുന്നു. പിന്നെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതേ ഉള്ളൂ, കോളബിൾ ബോണ്ട്, പുട്ടബിൾ ബോണ്ട്, ജങ്ക് ബോണ്ട്. ഇനി ഒരു ചെറിയ ടോപ്പിക്ക്, ബോണ്ട് ഇൻഡെൻചർ. എന്തെങ്കിലും പ്രയാസമാണെന്നാണ് ഇപ്പോൾ കരുതുന്നത്. ബോണ്ട് ഇൻഡെൻചർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈ ഒരു വരി ഒന്ന് ഓർത്തിരിക്കാവൂ. ബോണ്ട് ഹോൾഡറും കമ്പനിയും തമ്മിലുള്ള കോൺട്രാക്റ്റ് ഇത്രയേ ഉള്ളതെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ബോണ്ട് ഹോൾഡ് ചെയ്യുന്ന ആളും കമ്പനിയും തമ്മിലുള്ള കോൺട്രാക്റ്റാണ് ബോണ്ട് ഇൻഡെൻചർ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ 2 മാർക്കിനെ വെച്ച് കഴിഞ്ഞാലോ, ഇതും കൂടെ എഴുതി പോയി. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻ റിലേറ്റിംഗ് ടു ഇഷ്യൂ ഓഫ് ബോണ്ട്സ്, ഇൻട്രസ്റ്റ്, സെക്യൂരിറ്റി, പ്രയോറിറ്റി. ഇവിടം വരെ എഴുതി വെച്ചാൽ 1 മാർക്കിനാണെങ്കിൽ ഇത്രയും മതി. ഇങ്ങനെയൊക്കെ എഴുതിയാൽ മതി, അപ്പോഴേ നിങ്ങൾക്ക് സമയം കിട്ടും. 1 മാർക്കിനാണെങ്കിൽ എന്താ ബോണ്ട് ഇൻഡെൻചർ? ഇറ്റ് ഈസ് ദ കോൺട്രാക്റ്റ്, അതായത് ബോണ്ട് ഹോൾഡറും കമ്പനിയും തമ്മിലുള്ളൊരു കോൺട്രാക്റ്റ് ആണെന്നേ ഉള്ളൂ. അതിൽ ഇനി എന്തൊക്കെ ഉണ്ട്? അതിൽ ഈ പറയുന്ന ഇഷ്യൂ ഓഫ് ബോണ്ട്, ഇൻട്രസ്റ്റ്, സെക്യൂരിറ്റി, പ്രയോറിറ്റി, ലിക്വിഡേഷൻ, അങ്ങനെ ഇല്ല, ഡിവിഡൻഡ് പോളിസി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണും. ഓക്കെ, അപ്പോൾ ഇതാണ് ബോണ്ട് ഇൻഡെൻചർ. കുറച്ച് ടേംസ് പഠിച്ചോണേ, കൂപ്പൺ റേറ്റ് ഞാൻ പഠിപ്പിച്ചല്ലോ. അപ്പോൾ ഇതോടുകൂടി കോർപ്പറേറ്റ് സെക്യൂരിറ്റി എന്ന ഒരു ഹെഡ് അവസാനിച്ചു. കോർപ്പറേറ്റ് സെക്യൂരിറ്റി എന്ന ഹെഡ് അവസാനിച്ചു എന്ന് പറയുമ്പോൾ ആര് ശ്രദ്ധിക്കുന്നത്? നിങ്ങൾക്കത് ഓർഡറൊക്കെ ഓർമ്മയുണ്ടോ? എടോ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡീൽ ചെയ്യുന്ന സെക്യൂരിറ്റീസ് എന്ന ടോപ്പിക്കിലാണ് നമ്മൾ ഈ കളി തുടങ്ങിയത്. അതിനകത്ത് ഞാൻ ഒരു 8 ലിസ്റ്റ് വന്ന് 1 2 1 2 1 2 അനുസരിച്ച് ഈ 2 എണ്ണം വെച്ച് ഗ്രൂപ്പാക്കി. അതിൽ ആദ്യത്തേതായിരുന്നു കോർപ്പറേറ്റ് സെക്യൂരിറ്റി. അപ്പോൾ അതിനകത്ത് കോർപ്പറേറ്റ് സെക്യൂരിറ്റി, ഗവൺമെൻറ് സെക്യൂരിറ്റി, ഇങ്ങനൊരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് മുഴുവനും കോർപ്പറേറ്റ് സെക്യൂരിറ്റികളെ പറ്റിയാണ്. അപ്പോൾ കോർപ്പറേറ്റ് സെക്യൂരിറ്റി മാത്രം തന്നെ കുറേ ഉണ്ട്. അതിനകത്ത് കോർപ്പറേറ്റ് സെക്യൂരിറ്റിക്കകത്ത് ഓണർഷിപ്പ് സെക്യൂരിറ്റി, അതിനകത്ത് തന്നെ ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയറിൻ്റെ ക്ലാസ്സുകൾ മുഴുവനും കഴിഞ്ഞു. ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റിക്കകത്ത് ഡിബഞ്ചറുമായിട്ട് ബന്ധപ്പെടുത്തി കുറച്ച് ക്ലാസ് കഴിഞ്ഞു. ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർ ആൻഡ് ഡിബഞ്ചർ കഴിഞ്ഞു. ബോണ്ടിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞു. അതോടെ കോർപ്പറേറ്റ് സെക്യൂരിറ്റി പഠിപ്പിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത മെയിൻ ഹെഡാണ്. ഇനി അങ്ങോട്ടുള്ള എളുപ്പം കേട്ടോ, പെട്ടെന്ന് പറഞ്ഞുവിടാം. ഗവൺമെൻറ് സെക്യൂരിറ്റി. എന്താണ് ഗവൺമെൻറ് സെക്യൂരിറ്റി? ഭയങ്കര പാടായിരിക്കും ആൻസർ പറയാൻ. ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റിയാണ് ഗവൺമെൻറ് സെക്യൂരിറ്റി. ഇത്രയെങ്കിലും എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഗവൺമെൻറ്, അതായത് പബ്ലിക് ഡെറ്റ്, സർക്കാർ കടത്തിലാടോ മൊത്തം. അപ്പോൾ ഗവൺമെൻറ്റിന് പബ്ലിക്കിൻ്റെ നിന്ന് കടം എടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. സർക്കാരും കൂടുതലും ബോണ്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഇത് മാത്രം ഓർത്താൽ മതി, ഇത്രയും മതി. ദീസ് ആർ ദ സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്, സെമി ഗവൺമെൻറ് ആൻഡ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്. ഇതിനെ തന്നെയാണ് ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ് എന്ന് വിളിക്കുന്നത്. പലപ്പോഴും ചോദിക്കുന്നത് വാട്ട് ഡു യു മീൻ ബൈ ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റി എന്നാണ്. നിങ്ങളിത് ഞാൻ പറയുമ്പോൾ ബുക്കിലോട്ടൊന്ന് സ്ട്രെസ് ചെയ്ത് എഴുതണം, അത് ബോൾഡായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സിമ്പിൾ ഇട്ടോ. കാര്യം ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റി എന്നാണ് കൂടുതലും ചോദ്യം വരുന്നത്. കാരണം വാട്ട് ഡു യു മീൻ ബൈ ഗവൺമെൻറ് സെക്യൂരിറ്റി എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ വെറുതെ എന്താ പറയുക, വെറുപ്പിച്ചതല്ല. ഗവൺമെൻറ് സെക്യൂരിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാം എഴുതും, ദ സെക്യൂരിറ്റി ഇഷ്യൂഡ് ബൈ ഗവൺമെൻറ്, മാർക്ക് കൊടുത്തേ പറ്റൂ. അങ്ങനൊരു ചോദ്യം വരില്ല, ഇതേ വരത്തുള്ളൂ. വാട്ട് ഡു യു മീൻ ബൈ ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റി, അവിടെ നിങ്ങൾ ഗവൺമെൻറ് സെക്യൂരിറ്റിയുടെ മീനിങ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 2ാമത്തെ ഹെഡ്. കോർപ്പറേറ്റ് സെക്യൂരിറ്റി ആയിരുന്നു 1ാമത്തത്, 2 ഗവൺമെൻറ് സെക്യൂരിറ്റി. ഇതൊരു ക്ലാസിഫിക്കേഷനാണ്. കോർപ്പറേറ്റ് സെക്യൂരിറ്റി, ഗവൺമെൻറ് സെക്യൂരിറ്റി, അതൊരു ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. അടുത്തത് ഇത് രണ്ടും കൂടെ ഇതൊരു ക്ലാസിഫിക്കേഷനാണ്. പ്രൈമറി സെക്യൂരിറ്റി, സെക്കൻഡറി സെക്യൂരിറ്റി, ഇങ്ങനൊരു ക്ലാസിഫിക്കേഷനാണ്. ഞാനിത് ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞതാണ് കേട്ടോ. ഇത് രണ്ടും കൂടെ ഒരു ക്ലാസിഫിക്കേഷനിൽ വരും, പ്രൈമറി സെക്യൂരിറ്റി, സെക്കൻഡറി സെക്യൂരിറ്റി. എന്താണ് ഈ പ്രൈമറി സെക്യൂരിറ്റി, സെക്കൻഡറി സെക്യൂരിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാം. ഇതാണ് നിങ്ങൾ. ഓക്കെ, ഇതാണ് നിങ്ങൾ. ഇത് എക്സ് ലിമിറ്റഡ് എന്ന കമ്പനി. ഓക്കെ, കുറച്ചുകൂടി ദൂരോട്ട് നിൽക്കട്ടെ. എക്സ് ലിമിറ്റഡ്, ഇതാണ് എക്സ് ലിമിറ്റഡ് എന്ന കമ്പനി. ഇത് നിങ്ങളാണേ. ഓക്കെ, ഇത് നിങ്ങളാണ്. ഇത് എക്സ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. ശരി, നിങ്ങൾക്ക് എക്സ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഷെയർ വാങ്ങണം. എക്സ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഷെയർ വാങ്ങണം. നിങ്ങൾക്കത് ഡയറക്റ്റായിട്ട് നിങ്ങൾ തന്നെ പൈസ ചിലവാക്കി നിങ്ങൾ തന്നെ
ക്യാഷ് കൊടുത്ത് ഷെയർ വാങ്ങുന്നു. നമ്മൾ നേരിട്ട് നമ്മൾ തന്നെ നമ്മുടെ പൈസ മുടക്കി നമ്മളൊരു കമ്പനിയുടെ ഷെയറോ ഡിബഞ്ചറോ ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ആ രീതിയിൽ വാങ്ങുന്ന സെക്യൂരിറ്റികളെയാണ് പ്രൈമറി സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അത് ഷെയറോ ഡിബഞ്ചറോ ബോണ്ടോ എന്ത് വേണമെങ്കിലും ആവാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ തന്നെ ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്യുവാണ്. ഞാനൊരു കമ്പനിയുടെ ഷെയർ വാങ്ങുന്നു, അതിനിപ്പോൾ എന്താ ഷെയറോ ഡിബഞ്ചറോ ബോണ്ടോ നമ്മൾ തന്നെ അങ്ങ് വാങ്ങുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് പ്രൈമറി സെക്യൂരിറ്റി. ഇത്രയേ ഉള്ളൂ. പ്രൈമറി സെക്യൂരിറ്റീസ് ആർ ദ സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ ദ അൾട്ടിമേറ്റ് യൂസേഴ്സ് ഓഫ് ക്യാപിറ്റൽ ടു ദ അൾട്ടിമേറ്റ് സേവേഴ്സ് ഓഫ് ക്യാപിറ്റൽ. സേവേഴ്സ് നമ്മളാണ്. ക്യാപിറ്റൽ വേണ്ടുന്ന ആർക്കാണ്? അൾട്ടിമേറ്റ് യൂസേഴ്സ് ഓഫ് ക്യാപിറ്റൽ ആരാണ്? കമ്പനിയാണ്. ക്യാപിറ്റൽ യൂസ് ചെയ്യുന്ന കമ്പനിയാണ്, അതിൻ്റെ സേവ് ചെയ്യുന്നത് നമ്മളാണ്. അപ്പം നമുക്ക് തന്നെ നമ്മൾ തന്നെ ഡയറക്റ്റായിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതാണ് പ്രൈമറി സെക്യൂരിറ്റി. ഇവിടെ വേറെ ഒന്നും സംഭവിക്കുന്നില്ല. നിങ്ങളൊരു കമ്പനിയുടെ ഷെയർ വാങ്ങുന്നു, അങ്ങനെ വാങ്ങുന്ന ഷെയർ നിങ്ങളൊരു കമ്പനിയുടെ ഡിബഞ്ചർ വാങ്ങുന്നു, ബോണ്ട് വാങ്ങുന്നു, അതെല്ലാം തന്നെയും പ്രൈമറി സെക്യൂരിറ്റി ആയിട്ട് പറയാം. നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് വാങ്ങുന്നത്. പക്ഷേ ഇനി അടുത്തത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ സെക്കൻഡറി സെക്യൂരിറ്റി എന്ന് ചോദിച്ചാൽ ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങൾക്കൊരു ഇൻഷുറൻസ് പോളിസി ഉണ്ട്. ഇതിനിടയ്ക്ക് ഒരു ഇൻഷുറൻസ് കമ്പനിയെ കൊണ്ടുവന്നിടുവാണ്. നിങ്ങൾക്കൊരു ഇൻഷുറൻസ് പോളിസി ഉണ്ട്. അപ്പോൾ നിങ്ങൾ മാസാമാസം പ്രീമിയം അടയ്ക്കണമല്ലോ. ശരി, നിങ്ങൾ മാസാമാസം പ്രീമിയം അടയ്ക്കുന്ന ആർക്കാണ്? ഇൻഷുറൻസ് കമ്പനിക്കാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് പ്രീമിയം അടയ്ക്കും ഇൻഷുറൻസ് കമ്പനിക്ക്. ഈ ഇൻഷുറൻസ് കമ്പനി ആ പൈസ കൊടുത്ത് പല പല കമ്പനികളുടെ ഷെയർ വാങ്ങും അവരുടെ പേരിൽ. നോക്കൂ, ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ പൈസ തന്നെയാണ് ആ ഷെയർ വാങ്ങാൻ ഉപയോഗിച്ചത്. പക്ഷെ നിങ്ങളാണോ ഷെയർ വാങ്ങിയത്? അല്ല. ഒരിക്കൽ കൂടെ കേട്ടോ, നിങ്ങൾക്കൊരു ഇൻഷുറൻസ് പോളിസിയാണുള്ളത്. അപ്പോൾ നിങ്ങൾ മാസാമാസം എന്ത് ചെയ്യണം? ഈ പറയുന്ന പോളിസിക്ക് പ്രീമിയം അടയ്ക്കണം. ഈ ഇൻഷുറൻസ് കമ്പനി കേട്ടോണേ, ഈ ഇൻഷുറൻസ് കമ്പനി ഈ പൈസ ഉപയോഗിച്ച് തന്നെയാണ് അവർക്ക് വേണ്ടുന്ന ഷെയറുകളൊക്കെ വാങ്ങി കൂട്ടി വെക്കുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടാണ് നിങ്ങളുടെ പൈസ മറ്റ് കമ്പനിയുടെ ഷെയറിൽ പോകുന്നത്. അതാണ് സെക്കൻഡറി. അങ്ങനെയുള്ളതിനെയാണ് ഈ സെക്കൻഡറി സെക്യൂരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട്, ഫോർ എക്സാമ്പിൾ വെൻ ഇൻഷുറൻസ് കമ്പനി സെൽ പോളിസീസ്, മ്യൂച്വൽ ഫണ്ട് സെൽ യൂണിറ്റ്സ്, ബാങ്ക് ഡെപ്പോസിറ്റ്, ഇതെല്ലാം തന്നെയും മറ്റ് കമ്പനികളുടെ ഷെയറിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പോകുന്നുണ്ട്. സത്യത്തിൽ നിങ്ങളുടെ പൈസ തന്നെയാണ് അവർ മേടിക്കുന്നത്, നിങ്ങളുടെ പൈസയുടെ കളിക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇൻവോൾവ്മെൻ്റ് ഇല്ല. അതിനെയാണ് സെക്കൻഡറി സെക്യൂരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? അപ്പം നിങ്ങൾ തന്നെ ഡയറക്റ്റായിട്ട് എക്സ് ലിമിറ്റഡിൻ്റെ ഷെയറോ ഡിബഞ്ചറോ വാങ്ങിയാൽ ആ സമയത്ത് വാങ്ങുന്ന എല്ലാ സെക്യൂരിറ്റിയും പ്രൈമറി സെക്യൂരിറ്റി. നിങ്ങൾ പകരം ഒരു ഇൻഷുറൻസ് പോളിസി എടുത്ത് അവർക്ക് പ്രീമിയം അടച്ച് ആ പ്രീമിയം എമൗണ്ട് കൊണ്ട് അവരുടേതായ രീതിയിലുള്ള ഷെയറോ ഡിബഞ്ചറോ ഒക്കെ വാങ്ങി കൂട്ടിയാൽ അതിനെയാണ് സെക്കൻഡറി സെക്യൂരിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഇതാണ് പ്രൈമറി, സെക്കൻഡറി. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്താ? ഇത് വളരെ എളുപ്പമാട്ടോ. വേരിയബിൾ ഈൽഡ് ബെയറിംഗ് സെക്യൂരിറ്റിയും ഫിക്സഡ് ഇൻകം ബെയറിംഗ് സെക്യൂരിറ്റി. വേരിയബിൾ ഈൽഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല നമുക്ക് എത്ര ശതമാനം റിട്ടേൺ കിട്ടുമെന്ന്. ഇക്വിറ്റി ഷെയർ ആണ് എക്സാമ്പിൾ. ഹൈ പ്രോഫിറ്റ് ആണെങ്കിൽ ഹൈ ഈൽഡ് ആയിരിക്കും, ലോ പ്രോഫിറ്റ് ആണെങ്കിൽ ലോ ഈൽഡ് ആയിരിക്കും. ഇക്വിറ്റി ഷെയർ അതാണ് ഈ വേരിയബിൾ ഈൽഡ്. ഫിക്സഡോ? ഡിബഞ്ചറും ബോണ്ടും. എഴുതി വെച്ചോണേ, ഡിബഞ്ചറും ബോണ്ടുമാണ് ഈ പറയുന്ന ഫിക്സഡ് ഇൻകം. അവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണും. പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഫിക്സഡ് റേറ്റ് കിട്ടിയിരിക്കും. അങ്ങനെ രണ്ട് ക്ലാസിഫിക്കേഷൻ, വേരിയബിൾ ഈൽഡ് ബെയറിങ്ങും ഫിക്സഡ് ഇൻകം ബെയറിംഗ്. ഇങ്ങനെ ഈരണ്ടായിട്ടാണ് പഠിക്കേണ്ടത്. കോർപ്പറേറ്റ്, ഗവൺമെൻറ്, അതൊരു ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് എന്താ പഠിപ്പിച്ചത്? പ്രൈമറി സെക്യൂരിറ്റീസ്, സെക്കൻഡറി സെക്യൂരിറ്റീസ്, അതൊരു ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ എന്താ പഠിപ്പിക്കുന്നത്? വേരിയബിൾ ഈൽഡും ഫിക്സഡ് ഇൻകം, അതൊരു ക്ലാസിഫിക്കേഷൻ. ലാസ്റ്റ് നെഗോഷ്യബിൾ സെക്യൂരിറ്റിയും നോൺ നെഗോഷ്യബിൾ സെക്യൂരിറ്റീസും. ഇതെന്താണെന്ന് വെച്ചാൽ ഈ നെഗോസിയേഷൻ അല്ലെങ്കിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചെക്ക് എക്സാമ്പിൾ എടുക്കാം. ഇവിടെ ഈ നെഗോഷ്യബിൾ സെക്യൂരിറ്റി ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ക്യാപിറ്റൽ മാർക്കറ്റുമായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യങ്ങളല്ല. ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള നമ്മൾ ഈ പഠിച്ച ഷെയറും ഡിബഞ്ചറും ഒന്നും തന്നെയും നെഗോഷ്യബിൾ അല്ല, അതെല്ലാം നോൺ നെഗോഷ്യബിൾ ആണ്. അത് ആദ്യമേ അങ്ങ് പറയാം കേട്ടോ. നെഗോഷ്യബിൾ സെക്യൂരിറ്റീസിന് നമ്മുടെ ഈ ക്യാപിറ്റൽ മാർക്കറ്റുമായിട്ട് ഒരു ബന്ധവുമില്ല. ചെക്ക്, പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒക്കെയാണ് എക്സാമ്പിൾ. അതായത് ഞാനിപ്പോൾ നിങ്ങളുടെ പേരിൽ ഒരു ചെക്ക് എഴുതി തന്നു കഴിഞ്ഞാൽ, ചെക്ക് നിങ്ങളുടെ പേരിൽ എഴുതുന്നു, ഒപ്പിടുന്നു, നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സ്വന്തമാണ്. പിന്നെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും നിങ്ങളുടെ പേരും അക്കൗണ്ട് നമ്പറും എഴുതിയിട്ട് ഞാൻ ചെക്കിൽ എമൗണ്ട് എഴുതി ഒപ്പിട്ട് നിങ്ങളെല്ലാം കൂടി തന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഞാനത് ഡെലിവറി ചെയ്യാൻ നിങ്ങൾക്കാണ് തരുന്നതെങ്കിൽ അത് നിങ്ങളുടെ ആയി കഴിഞ്ഞു. ഒരു പ്രോമിസറി നോട്ടോ ബിൽ ഓഫ് എക്സ്ചേഞ്ചോ ഒക്കെ എഴുതി ഒപ്പിട്ട് നിങ്ങളുടെ പേരിൽ പ്രമാണമാക്കി തന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ആയി കഴിഞ്ഞു. എന്ന പോലെ ഞാനൊരു ഷെയർ മേടിച്ച് വെറുതെ ഞാൻ നിങ്ങൾക്കങ്ങ് തരാൻ പറ്റത്തില്ല. ഇവിടെ ശരിക്കും ട്രാൻസ്ഫർ ഡീഡ് അനുസരിച്ച് ഫോർമാലിറ്റി ഉണ്ട്. ഒരു ഷെയർ നിങ്ങളുടെ പേരിലാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ഫോർമാലിറ്റി ഉണ്ട്.
എന്നാൽ ഒരു ചെക്ക് ഞാൻ എൻ്റെ ബാങ്കിൽ ഒരു ചെക്ക് ലീഫ് വലിച്ച് കീറിയിട്ട് അതിൽ ഞാൻ നിങ്ങളുടെ പേരും എഴുതി അക്കൗണ്ട് നമ്പർ എഴുതി ഒപ്പ് വിട്ടങ്ങ് തന്നാൽ അത് നിങ്ങളുടെ ആയി കഴിഞ്ഞു. അത്ര ഈസി ആയിട്ട് ഇതൊന്നും നടക്കത്തില്ല. അപ്പം ജസ്റ്റ് ഒരു ഡെലിവറി വഴി ജസ്റ്റ് ഞാൻ നിങ്ങൾക്കങ്ങ് ഒപ്പിട്ട് തരുമ്പം തന്നെ നിങ്ങളുടെ ആവുകയാണെങ്കിൽ അതാണ് നെഗോഷ്യബിൾ സെക്യൂരിറ്റി. അത് ക്യാപിറ്റൽ മാർക്കറ്റിനകത്ത് ഇല്ല. അത് ശരിക്കും ഈ ചെക്കും പ്രോമിസറി നോട്ടും ബിൽ ഓഫ് എക്സ്ചേഞ്ചും ഒക്കെയാണ്. നോൺ നെഗോഷ്യബിൾ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, ബോണ്ടൊക്കെയാണ്. കാര്യം അവിടെ വെറുതെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു ഷെയർ ഞാൻ നിങ്ങളോട് തന്നാൽ അങ്ങനെ ആവത്തില്ല. അത് കൃത്യമായിട്ട് ലീഗലി തന്നെ മാറ്റണം. ജസ്റ്റ് ഞാൻ നിങ്ങൾ ചെക്കിൻ്റെ കാര്യയുടെ ഏറ്റവും നല്ല എക്സാമ്പിൾ. ഇതിൽ കൂടുതൽ എന്താ പറയേണ്ടത്? നിങ്ങൾക്ക് മറ്റൊരാൾ അയാൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഒരു ചെക്ക് ലീഫ് കീറി എമൗണ്ട് എഴുതി നിങ്ങളുടെ പേരും അക്കൗണ്ട് നമ്പറെല്ലാം എഴുതി നിങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് തന്നാൽ അത് അത്രേ ഉള്ളൂ, നിങ്ങളുടേതായി കഴിഞ്ഞു. നിങ്ങൾ ആ ബാങ്കിൽ കൊണ്ട് കൊടുത്താൽ മതി, ഒരു പ്രശ്നവുമില്ല. നിങ്ങളുടെ പേരും അക്കൗണ്ട് നമ്പറും ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കേ മാറാനും പറ്റത്തുള്ളൂ. അത് ആ ചെക്ക് കളഞ്ഞു പോയാലും ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ലെന്ന് വെച്ചാൽ അയാൾ വേറെ എഴുതി തരുമെന്ന് എനിക്കറിയില്ല, അത് വേറെ കാര്യം. നിങ്ങളുടെ പേര് എഴുതി അക്കൗണ്ട് നമ്പർ എഴുതിയ ചെക്ക് അക്കൗണ്ട് പേയി ചെക്ക് എന്ന് പറയും. അക്കൗണ്ട് പേയി ചെക്ക് എന്നൊക്കെയാണ് അതിന് പറയുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നത് ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിം വർക്കിലോ മറ്റോ പഠിക്കാൻ ഉണ്ടെന്ന് തോന്നുന്നു അക്കൗണ്ട് പേയി ചെക്കുകളെ പറ്റിയേക്കാം. ഓക്കെ, മാർക്ക്ഡ് ചെക്ക് എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ പിന്നെ നിങ്ങളുടെ തന്നെയാണ്. ഈ 2 വരയൊക്കെ ഇടുന്ന ഏർപ്പാടില്ലേ, പേയ് ഓൺലി എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, പക്ഷേ ഈ ചെക്കിൻ്റെ കേസ് പോലെ അല്ല ഷെയറും ഡിബഞ്ചറും. അതങ്ങനെ വെറുതെ എൻ്റെ ഇരിക്കുന്ന ഷെയർ എടുത്ത് നിങ്ങൾക്ക് തന്നാൽ നിങ്ങളുടെ ആവത്തില്ല. അതിന് അതിൻ്റേതായ ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് കോൾഡ് നോൺ നെഗോഷ്യബിൾ. ഇത്രയുമാണ് പ്രധാനപ്പെട്ട നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസ് ട്രേഡഡ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നൊരു വലിയ ടോപ്പിക്ക്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് സബ്ജക്റ്റിനകത്തും അപ്ലൈ ചെയ്യാം. EDPയോ പ്രോജക്റ്റ് ഫിനാൻസോ എവിടെ ഇതിങ്ങനെ ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കോർപ്പറേറ്റ് സെക്യൂരിറ്റി, അതിൽ തന്നെ ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, ഡിബഞ്ചർ, അതാണ് വലിയ ടോപ്പിക്. അതെല്ലാം കഴിഞ്ഞു. കംപ്ലീറ്റ് പ്രൈമറി, സെക്കൻഡറി, അല്ലേ, വേരിയബിൾ ഈൽഡ്, ഫിക്സഡ് ഇൻകം, നെഗോഷ്യബിൾ, നോൺ നെഗോഷ്യബിൾ എല്ലാ കാര്യങ്ങളും പഠിച്ചു. അപ്പോൾ വലിയൊരു ടോപ്പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയുമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡീൽ ചെയ്യുന്ന സെക്യൂരിറ്റീസ് എന്ന ഒരു വളരെ വലിയൊരു ടോപ്പിക്ക്. ഞാൻ പല പാർട്ടായിട്ടാണ് എടുത്തിരിക്കുന്നത്. അത്രയും വലിപ്പമുണ്ട്. അത് ഓരോന്നും ശ്രദ്ധിച്ച് പഠിക്കണം.